നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ ലാസാഗു എങ്ങനെയാണ് കാണാന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഭിന്നസംഖ്യകളുടെ ലാസാഗു കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി നമുക്ക് ദശാംശ സംഖ്യകളുടെ ലാസാഗു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 0.5, 0.25, 0.75 ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സംഖ്യകളുടെയൊക്കെ ദശാംശം മാറ്റുക, അതായത് അവരെ സാധാരണ സംഖ്യയാക്കിയിട്ട് മാറ്റുക. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, 0.5 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും, 0.25 100 കൊണ്ട് ഗുണിക്കണം, 0.75 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എല്ലാ സംഖ്യകളുടെയും ദശാംശം മാറ്റാൻ വേണ്ടി എല്ലാറ്റിനെയും എന്തുകൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 0.5 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 50 കിട്ടി, 0.25 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 കിട്ടി, 0.75 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 75 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 50, 25, 75 ഈ 3 സംഖ്യകളുടെ എൽസിയം കണ്ടുപിടിക്കുക. അപ്പോൾ 50-ലും 25-ലും 75-ലും 5 കോമൺ ആയിട്ട് പോകും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 50-ൽ 10, 25-ൽ 5, 75-ൽ 15, അതിലും കോമൺ ആയിട്ട് എന്ത് പോവും, 5 പോവും. അപ്പോൾ വീണ്ടും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 10-ൽ 2, 5-ൽ 1, 15-ൽ 3. ഈ 2, 1, 3-ൽ കോമൺ ഫാക്ടറായിട്ട് ഒന്നുമില്ല, 1 തന്നെയാണ് കോമൺ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 × 5 × 2 × 3 അല്ലേ. അപ്പോൾ 5 25, 25 × 2 50, 50 × 3 എത്രയാണ്, 150 ആണ് ഇതിൻ്റെ എൽസിയം. നമുക്ക് കണ്ടതിൽ 150 നമുക്ക് കിട്ടി അല്ലേ. ഈ 150 എന്ന് പറയുന്നത് ഏതിൻ്റെ എൽസിയമാണ്, 50, 25, 75, അതായത് 50, 25, 75 അതിൻ്റെ എൽസിയമാണ് ഏത്, 150 എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.5, 0.25, 0.75ൻ്റെ എൽസിയമാണ്. അപ്പോൾ തന്ന ആൻസറിനെ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, 1.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. അപ്പോൾ ഒരു ദശാംശ സംഖ്യയുടെ ലാസാഗു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദശാംശ സംഖ്യയുടെ ദശാംശം മാറ്റുക, അതിനെ നമ്മൾ 10ൻ്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് ഗുണിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്പേഴ്സിൻ്റെ എൽസിയം കണ്ടുപിടിക്കുക. കിട്ടിയ ആൻസറിനെ ഏതുകൊണ്ടാണ് ഗുണിച്ചത് അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. 4.5, 0.9, 1.8 എന്നീ സംഖ്യയുടെ ലാസാഗു കാണാം. അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഓരോ പോയിന്റ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45, 9, 18. അപ്പോൾ 45, 9, 18ൻ്റെ എൽസിയം കണ്ടുപിടിക്കുക. അപ്പോൾ 45-ലും 9-ലും 18-ലും കോമൺ ആയിട്ട് ഏത് പോവും, 3 പോവും. അപ്പോൾ 15, 3, 6 ഇതിലും കോമൺ ആയിട്ട് ഏത് പോവും, 3 പോവും അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 15-ൽ 3 5 പ്രാവശ്യം, 3-ൽ 1, 6-ൽ 2. പിന്നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കോമൺ ഫാക്ടർ ഒന്നുമില്ല, 1 ആണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് 3 × 3 × 5 × 2, 3 × 3 × 1 × 5 × 2 ആണ് ഇതിൻ്റെ എൽസിയം എന്ന് പറഞ്ഞത്. അതായത് 3 9, 9 × 5 45, 45 × 2 90. അപ്പോൾ 90 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏതിൻ്റെ എൽസിയമാണിത്, 45, 9, 18 ആ സംഖ്യയുടെ എൽസിയമാണ് 90 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4.5, 0.9, 1.8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 90നെ എന്തുകൊണ്ട് ഹരിക്കണം, 10 കൊണ്ട് ഹരിക്കണം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 9. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് 9 കേട്ടോ. അപ്പോൾ 4.5, 0.9, 1.8ൻ്റെ ലാസാഗു എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. അപ്പോൾ ദശാംശ സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ ലാസാഗു കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദശാംശ സംഖ്യകളെ 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, സാധാരണ സംഖ്യകളാക്കുക. എന്നിട്ട് അതിൻ്റെ ലാസാഗു കണ്ടുപിടിച്ചിട്ട് ഏതുകൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൽസിയം കിട്ടും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.